ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടാവില്ലല്ലേ. പല പ്രഗത്ഭന്മാർ മുമ്പ് തൊട്ടിട്ട് കൈപൊള്ളിയ കേസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഹമ്മദ് ദേവർകോവിൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും ശ്രദ്ധ പതിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ ഒരു പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരിൽ സാധാരണ രീതിയിൽ അഹങ്കാരവും അഹംഭാവവും അല്പജ്ഞാനങ്ങളും എല്ലാ രീതിയിലുള്ള ഘടകങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ സാധാരണക്കാർക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുമായി ഇടകലർന്ന് ഇടപഴകാനും സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ സാർ നടത്തിയ സ്തുത്യാർഹമായ പ്രവർത്തനത്തിന് അദ്ദേഹം സുലൈമാൻ ഷീറ്റ് സെൻറ്ററിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കോഴിക്കോട് സിറ്റി ചാപ്റ്റർ, സുലൈമാൻ ഷീറ്റ് സെൻറ്റർ കോഴിക്കോട് സിറ്റി ചാപ്റ്റർ നൽകുന്ന സ്വീകരണത്തിൽ സൗഹൃദ സദസ്സിന് ആദരവിന് ഇവിടെ സന്നിഹിതരായ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി സെൻറ്ററിൻ്റെ പേരിൽ സന്തോഷം അറിയിക്കട്ടെ. നമുക്ക് അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിക്കലും കൂടി നടത്തി കഴിഞ്ഞതിന് ശേഷം മേയർ സംസാരിക്കാൻ ഉദ്ഘാടനം ചെയ്യാം. ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രൻ MLA അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ബെയ്നോ ഫിലിപ്പ്. ഞാൻ MLA എന്ന് പറയണമെന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നാവ് വഴങ്ങുന്നുമില്ല, മനസ്സ് കൂട്ടാക്കുന്നുമില്ല. ഞാൻ വെറുതെയെങ്കിലും ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് മുഴുവൻ ഈ 5 കൊല്ലവും ഭരിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കണേന്ന്. വേറൊന്നുകൊണ്ടല്ല, ഒരാളെങ്കിലും ഒരു നെഗറ്റീവ് റിമാർക്കെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്നെപ്പറ്റി 1000 നെഗറ്റീവ് ആൾക്കാർ പറയുന്നു. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ദേവർകോവിൽ അവർകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെങ്കിലും, ഞാൻ ഈ കാണുന്ന വ്യക്തികളൊക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉള്ളവരൊക്കെ തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകളും പറയും, ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടാവില്ലല്ലേ എന്ന് പറയായിരുന്നു. അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് മറ്റൊരു ചെയർപേഴ്സൺ പറഞ്ഞത്. അത്രമേൽ ജനങ്ങളുമായിട്ട് ഇടപഴകി, ഒരിക്കലും അഹങ്കാരം കാണിക്കാതെ എപ്പോഴും ഒരു ചിരിയോടുകൂടി നല്ല ഒരു സൗമനസ്യത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്രമേൽ ആൾക്കാർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നത്. ഞാൻ എല്ലാവരും നിങ്ങളൊക്കെ പറയും ഓരോ കാര്യമെങ്കിലും 2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലോകം മുഴുവനും തുറമുഖമുണ്ടാക്കുന്ന അദാനിയുടെ CEO നമ്മുടെ മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞത്, ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ പോർട്ട് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ ഇതുപോലൊരു വ്യക്തി എല്ലാ മാസവും വന്ന് പരിശോധിച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ജോലി എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട്, എന്ത് സഹായം ചെയ്തു തരണം എന്ന് ചോദിച്ചുകൊണ്ട് ആ പണി ഇത്ര വേഗത്തിലാക്കി അത് ഉദ്ഘാടനം ചെയ്തെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ വലിയ ഒരു മിടുക്കുകൊണ്ടാണ് എന്ന് അവർ എടുത്തു പറഞ്ഞ ആ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ കേട്ടത്. അപ്പം അതുകൊണ്ട് എനിക്കിവിടെ പറയാതെ പോകാൻ വയ്യ. മറ്റൊന്ന്, നമ്മുടെ പോർട്ട് മിനിസ്റ്റർ ആയിരിക്കെ നമുക്ക് പല പോർട്ട് മിനിസ്റ്റർമാരും വന്നിട്ടുണ്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനെ പറ്റിയും കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളെക്കുറിച്ചും അവരെ അലട്ടിയിരുന്ന വലിയ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരത്തെപ്പറ്റി സംസാരിച്ച ഉടനെ വളരെ വേഗത്തിൽ നോക്കണം, മറ്റു തല പ്രഷർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷനെ
സജ്ജമാക്കുകയും, പക്ഷേ നമുക്ക് അതിൻ്റെ ഇത്ര വേഗത്തിൽ ഇദ്ദേഹം ഇറങ്ങുന്നൊരു ധാരണയില്ലായിരുന്നു എന്നൊരു വാസ്തവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെതല്ലാത്ത കുഴപ്പം കൊണ്ട് അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു വിഷമം അദ്ദേഹത്തിനുമുണ്ട്, എനിക്കുമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കൊത്തി കാണണമെന്ന് ആഗ്രഹിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോഴേക്കും ഉടനെ അത് ഏറ്റെടുക്കുകയും അത് ഉടൻ നടപ്പിലാക്കണം എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നിർബന്ധിക്കുകയും ചെയ്തിരുന്ന ഒരു മന്ത്രി അതാണ്. അപ്പം അതുകൊണ്ട് സ്വാർത്ഥ ലാഭമോ ധനമോഹമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കോർപ്പറേഷന് ആരും 10 പൈസ കൊടുക്കുമല്ലോ, ഉറപ്പല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയില്ലായിരുന്നു. നമ്മളെപ്പോഴും ഓർക്കണം, ഒരു മന്ത്രി ആയിരിക്കെ ജനങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ അദ്ദേഹം ആലോചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് വന്ന എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ മാത്രമുള്ള ആ ഒരു രാഷ്ട്രീയ സംശുദ്ധി അത് വളരെ പ്രധാനമാണ്. ആ സംശുദ്ധ രാഷ്ട്രീയ വിചാരമില്ലാത്തവർ രാഷ്ട്രീയത്തിൽ വരുന്നതിൻ്റെ ദുരന്തം നമ്മളൊക്കെ അനുഭവിക്കും. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി സമയം, ഒരാഴ്ച കൂടി, ഇപ്പം എനിക്ക് തോന്നുന്ന ഒരാഴ്ച നീട്ടിക്കിട്ടിയാലും ഒരു പക്ഷേ അത് നടക്കില്ലായിരിക്കും എന്ന്. എനിവേ, അത് ഇപ്പോഴും അദ്ദേഹത്തിനൊരു പിന്തുണ ഒന്നുമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനെങ്കിലും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ മനസ്സിൽ വിഭാവനം ചെയ്യുന്നത് എന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ. വലിയ ചില പ്രശ്നങ്ങൾക്കായിരുന്നു സത്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവാൻ പോയിരുന്നത്. അത് എനിക്ക് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ MLA ആയാലും അത് വ്യക്തിപരമായത് രവിയേട്ടന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും കോഴിക്കോടിൻ്റെ എന്ത് വികസന സങ്കല്പത്തിലും ഒരു മടിയും കൂടാതെ ഏത് മന്ത്രിയോടും കടന്നു ചെന്ന് സംസാരിക്കാനുള്ള പ്രായവും പക്വതയും അതുപോലെ മനസ്സുമുണ്ട് നമ്മുടെ രവിയേട്ടന്. അതുകൊണ്ട് രവിയേട്ടനും ഞാനും ഒക്കെ തന്നെ അദ്ദേഹം കൂടി വിചാരിച്ച ആ കാര്യങ്ങൾക്ക് അത് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാരണം അത് കോഴിക്കോട്ടുകാരുടെ സ്വപ്നമാണ്. അതിന് X എന്നോ Y എന്നോ വ്യത്യാസമില്ല. ആ ഒരു കാരണം കൊണ്ട് ബാക്കി എല്ലാവർക്കും പറയാനുള്ളത് കൊണ്ട് ഞാൻ ഏറെയൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു മൊമെൻറ്റോ നമ്മൾ സമർപ്പിക്കുകയും ഏതുകൊണ്ടും അർഹനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ആവർത്തിക്കാതെ പറയാത്ത രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഒരു പങ്കുവെക്കൽ മാത്രമാണ്. മന്ത്രിയായിരുന്നപ്പോൾ നമ്മളിതൊന്നും പറഞ്ഞില്ല, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കത് പറയാം. കാരണം അദ്ദേഹത്തിന് മനസ്സുകൊണ്ടെന്നും തൃപ്തിയോടെ ഓർക്കാം, ഞാൻ എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചിട്ടുണ്ട്, ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഒരു കരുത്താവുമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ ഇതുപോലെ കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് നേരത്തെ ഈ ഒരു യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് ഈ ദേവർകോവിലിനെ വളരെ മുമ്പേ അദ്ദേഹം ഏകദേശം 10-30 കൊല്ലമായിട്ട് കോഴിക്കോട് കുറ്റിയാടിക്ക് അടുത്തുള്ള ദേവർകോവിലാണെങ്കിലും ഇലക്ഷനിൽ ഒരു പ്രചരണം തന്നെയാണ് ഇനി ഈ ദേവർകോവിൽ എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട് മൂപ്പരുത്തൊക്കെ കഴിഞ്ഞപ്പോൾ പോകും, ചിരിച്ചിട്ട് തീർത്തില്ല കേൾക്കും. ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ മൂപ്പര് അങ്ങോട്ട് പോകട്ടു, ആർക്കൊരു പിടിയില്ല. അങ്ങനത്തെ ഒരു ഇതല്ലേ, ദേവർകോവിൽ നിന്നും കേട്ടില്ല, ഇവിടെ ഉള്ള ആൾക്കാരൊന്നും അങ്ങനെ പരിചയമില്ല. പക്ഷെ എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് അന്ന് ആദ്യകാലത്ത് അദ്ദേഹത്തെ അറിയാം. കാരണം നമ്മുടെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സജീവമായിട്ട് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹം. ആ നിലയ്ക്ക് എനിക്ക് വളരെ നേരത്തെ അറിയുന്ന ഒരാളാണ്. നല്ല എല്ലാം കൊണ്ടും നന്മയിൽ നിറഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് ആ മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ളത് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ല. ആണ് വ്യക്തിത്വത്തിന് അവിടെ ഒരു പ്രാധാന്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി. കാരണം നമ്മൾ എല്ലാം രാഷ്ട്രീയം നോക്കിയിട്ടല്ല, രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിൽ ഇതാക്കും. പക്ഷെ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരാണല്ലോ പലപ്പോഴും ഇതൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. കൃത്യമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരാൾ, വലിയ അംഗീകാരം, മഹാഭാഗ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രയൊരു ഭാഗ്യവാനായിട്ടില്ല. കാരണം ഒരു MLA ഉള്ള അദ്ദേഹത്തിനാണ് മന്ത്രിയായിട്ട് കിട്ടുന്നത്. മുമ്പ് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല അത്, കാരണം പരിഗണിക്കുന്നേ ഇല്ലല്ലോ. പിന്നെ ഇപ്പം നമുക്കൊക്കെ എനിക്ക് വലിയ സങ്കടമുണ്ട് അദ്ദേഹം പോയാൽ. ഞാൻ നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന വിഷയമാണത്. പിന്നെ അവരെ കൂടി തീരുമാനിച്ചു തന്നെ അതൊക്കെ. നമുക്കാർക്കും അതിൽ റോളില്ല. LDFിലെ നേതാക്കന്മാരെ അവരെ കൂടെ ഒരു പതി തീരുമാനിച്ചു. 2.5 കൊല്ലമാണ് അത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് 1 മാസം കൂടെ അധികം കിട്ടി.
ബസ്സിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റി. 140 മണ്ഡലങ്ങളൊന്നും 2 കുറഞ്ഞു ഇല്ലേ, 4 ബാക്കി സകല മണ്ഡലത്തിലും പോകാൻ കഴിഞ്ഞത് ചെറിയ നേട്ടമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വകുപ്പുകളുടെ അനുസരിച്ച് നോക്കിയാൽ തുറമുഖം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. കാരണം തുറമുഖത്തിന് ഇത് കാണണമെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ ബോംബെ പോർട്ട്, കാരണം ഇപ്പോൾ അവിടുത്തെ ഒരു പ്രതിദിനം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ചെറുതല്ല ശരിക്കും. ഇപ്പം അദാനീൻ്റെ മുദ്ര പോർട്ടുണ്ട് ഗുജറാത്തിൽ, കണ്ടില്ല. ആലോചിക്കാൻ വേണ്ടി പറ്റില്ല ഇതിനെക്കുറിച്ചൊന്നും. നമുക്ക് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നതാണ് അദാനിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ, പോർട്ട് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുമോ. നിങ്ങളോട് നാളെ പറയാം, ഞങ്ങളെടുത്തുള്ളിട്ട് പോർട്ട് തന്നെ ആർക്കും പോർട്ടുണ്ടാകും. ഖത്തർ അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നടന്നത്. അതിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അദ്ദേഹം നടത്തിയതാ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിൽ അനായാസം ഹിന്ദി സംസാരിക്കാൻ ഇദ്ദേഹത്തിന് അറിയാം. കാരണം ഒരുപാട് കാലം ബോംബെയിലായിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് സത്യത്തിൽ നമ്മളത് ആലോചിക്കേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദി അറിയെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രയാസമില്ല. നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ മാത്രമേ അവർ അംഗീകരിക്കുന്നില്ല. ബാക്കി എവിടെയും നിങ്ങളെല്ലാവരും പുറത്ത് പോകുന്ന ആൾക്കാരല്ല, എല്ലാ കാലത്തും പോകണം. ഇന്ത്യയിൽ എവിടെ പോയാലും ഹിന്ദി അറിയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ആ കാര്യത്തിൽ വലിയ, കാരണം ഇത് അധികം അവിടെ നോർത്ത് ഇന്ത്യൻസാണല്ലോ ഇതിൻ്റെ ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ വളരെ എളുപ്പത്തിൽ എല്ലാവരുമായിട്ട് സാധാരണക്കാരനുമായിട്ട് ചെയ്യാൻ പറ്റുമേ. മറ്റിപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ CEO ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഉണ്ടാവുള്ളൂ, അവരോട് അങ്ങനെ പറയാം. പക്ഷെ സാധാരണ ആളുകളോട് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യവും കൂടിയാണ്. മറ്റേ ഒരു ലേശം കൂടെ കുറച്ചും കൂടെ സമയം കൂടെ കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ അത് മറ്റൊരാളെ ഗോളും അടിച്ചേനെ. അതടിച്ച് പോരാൻ വേണ്ടി സാധിച്ചു എന്നുള്ള. കപ്പലടിപ്പിക്കുക എന്നുള്ളതൊന്നും ചെറുതല്ല ശരിക്കും. അത്ര പോർട്ടൊരു വലിയ ഇതല്ലേ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ സുഹൃതം ചെയ്യണം എന്നൊക്കെ നമ്മളെ ഇതിൽ പറയും. ആ സുഹൃതം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക, അല്ലാതെ സാധ്യമാവില്ലല്ലോ. അപ്പോൾ അതേമാതിരി ദുബായിലേക്ക് ഷിപ്പ്, ഇപ്പം നമുക്കറിയാം എയർ ടിക്കറ്റിൻ്റെ പൈസ എത്രയാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരുവിധ ആളുകളൊക്കെ ദുബായിലും പല സ്ഥലത്തും പോകുന്ന ആളുകളാണ്. എന്താണ് അവസ്ഥ എന്നറിയാം. തോന്നിയ മേലൊരു റേറ്റാണ്. ഒരു തീരുമാനിക്കുക കൊടുക്കേണ്ടി വരും, അല്ല വേറെ യാതൊരു വഴിയില്ല. ആ ഒരു സ്ഥിതിവിശേഷം ഒന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, വലിയ ആളുകളെ സംബന്ധിച്ചൊരു ബിസിനസ് ക്ലാസ് പോകണമെന്ന് ഇപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. നമുക്കറിയാമല്ലോ. ഞാനിപ്പോൾ അമേരിക്കയിൽ പോയി വന്ന, അപ്പം എന്നോട് പല ആൾക്കാരും ചോദിച്ചിന്, നിങ്ങൾക്ക് ആ ബിസിനസ് ക്ലാസ് എടുത്താൽ പോരെ. ഇതന്നെ ഏകദേശം എനിക്ക് ഒന്ന് 1:20 1:25 അയക്കുന്നു. അതിന് 3 ചില്ലൻ ലെറ്റർ ഇട്ടിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു നമ്മളടുത്ത് അങ്ങനത്തെ പൈസ ഇല്ല, ലേശം ഇരുന്ന് മുഷിഞ്ഞിട്ടായാലും പോവാം, വേറെ ഇപ്പോൾ വഴിയൊന്നുമില്ല, കിടക്കാൻ സുഖമായിട്ട്. ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ്. വേറെ ഒന്നും അതിൻ്റെ അകത്ത് പന്തളിച്ചൊന്നും പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ ഇപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അദാനി പോകണം, അയാൾ ഒരു സ്വന്തം പ്ലെയിനിൽ പോവാണ്, ഒരു അംബാനി പോകണം. ഇപ്പം നമ്മളെ കേരളത്തിലുണ്ട് ഇപ്പോൾ ലുലു, നമുക്കറിയാം. ഒട്ടേറെ സത്യത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യനൊക്കെ ഒരു ദീർഘായുസ്, ഒരു എന്താ പറയുക, മരിക്കരുത് ഒരിക്കലും. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ചെറിയ മനുഷ്യൻ എങ്ങനെയായിരിക്കണം ശരിക്കും. കാരണം ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്നോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. മറ്റുള്ളവരുടെ വിഷമം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കുക, അതിനെക്കാട്ടും വലിയ എന്ത് കാര്യമാണ് ചെയ്യാറുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടാളും പ്രസംഗിച്ചിട്ടേ ഉള്ളൂ. ഒരു വലിയ പരിപാടി നമ്മളെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്നുണ്ട്. അവിടെ ഞാൻ അദ്ദേഹം കൂടെ ആ പരിപാടിയെ സംബന്ധിച്ചെന്ന് ഞാൻ അവിടെ പറയുന്നുണ്ട്. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെറിയ കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്വന്തം പ്ലെയിനുള്ളതാണ്, ഹെലികോപ്റ്റർ ഉണ്ട്, ഒരുപാട് ഇതുണ്ട്. സ്വാഭാവികമായിട്ടും അത്രയും തിരക്കുള്ള ഒരാളാണ്. അയാൾക്ക് അങ്ങനെ ഇതിനൊന്നും കാത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെല്ലാം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ബാക്കിയുള്ളവർക്കും കൂടെ. ഒരുത്തിന് കാറുണ്ടെങ്കിലല്ലേ, പണ്ടൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ, ഞാൻ ആദ്യം കൗൺസിലാകുമ്പോൾ 79 റോഡുകളൊന്നും നമ്മളാ ഭാഗത്തൊന്നും ഇല്ലെന്ന്. ഈ ടൗണിൽ കുറച്ച് ഏരിയയിലെ അങ്ങനെയൊക്കെ വഴിയുള്ളൂ. അപ്പോൾ പല സ്ഥലത്തും അപ്പോൾ ചിലവരൊക്കെ ഭയങ്കര തർക്കം പിടിക്കും. ഒരു മതിലൊന്ന് പൊളിച്ച് ഞാൻ പറഞ്ഞു, ഒരടി വിട്ട് കെട്ടിക്കൂടെ. അങ്ങനെ വിടാൻ പറ്റുമോ? ആർക്ക് നമുക്കൊന്നും കാറില്ല. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരുത്തിനും കാറുണ്ടെങ്കിൽ
നമുക്കൊന്ന് ചോദിച്ചൂടെ? ഒന്ന് തരുമെന്ന് ചോദിക്കാൻ ഒത്തിൻ്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ പറ്റും. ഈ ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഇതേമാതിരി മൊബൈൽ ഫോൺ ആദ്യം BPL അവിടെ ഇറക്കിയത്. അപ്പം അന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറാണ്. എനിക്കും മേയർക്കും ഓരോരോ മൊബൈൽ ഫോൺ കൊണ്ട് തന്നു. ഈ അന്ന് എങ്ങനെ വെച്ചാൽ വലിയൊരു കുറ്റിമായിരിയാണ്, വലിയ ഏരിയയിലൊക്കെ ആയിട്ട് ഇപ്പം ഇവരെ വാക്കിയിട്ട് കീശയിലൊന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വേറെത്തിൻ്റെ അടുത്ത് വേണ്ട 500 ഉറുപ്പിക കൊടുക്കണമെന്ന്, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കൊടുക്കണം. വിളിക്കുന്നതിന് വേറെ ചാർജ്, ഇൻകമ്മിങ്ങിനും ചാർജ് കൊടുക്കണം. അപ്പം ഇത് ഉണ്ടായിട്ടും കാര്യമില്ല, ആരെ വിളിക്കും, വേറത്തിന് വേണ്ടേ? വളരെ കുറഞ്ഞ ആളുകളുടെ അടുത്ത് ഇപ്പം തേങ്ങാലിക്കാരും തെങ്ങുമ്പലും കൂടെ കുത്തിൻ്റെ അത്ര പറയാം. ചിന്തിക്കാൻ പറ്റൂല സത്യത്തിൽ. നമ്മൾ ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സാധാരണക്കാരിലേക്ക് ഇതൊക്കെ എത്തിച്ചേർന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ശരി, ഈ സാങ്കേതിക വിദ്യകൾ വളർന്ന് സാധാരണ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് പറ്റുന്നു. പക്ഷെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പം അതിനുള്ളൊരു സൗകര്യം ഏർപ്പെട്ടില്ല. അത്യാവശ്യമുള്ള ആളുകൾ, വലിയ തിരക്കില്ലാത്ത, ഇപ്പം എല്ലാവരും തിരക്കുള്ളവരാണ്, പണിയൊന്നും ഇല്ലെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതേമാതിരി അടുത്തൊരു ദിവസം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പണി ഉണ്ടായിട്ടാണ് ഈ ബംഗാളികളും ഈ അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള ആളുകൾ ഇത്രയും വരുന്ന എത്ര പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടയിൽ. നമ്മൾ അതിഥി തൊഴിലാളി ഇതൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ വലിയ ബഹുമാനം ഇതൊക്കെ കൊടുത്തത്. പക്ഷേ ഒത്തിരി പ്രശ്നങ്ങളെല്ലാം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ നിന്ന് വണ്ടി കയറി വന്നിട്ട് കാലം കുറേ ഉണ്ടാവും. എപ്പോഴെങ്കിലും പോണതേ. മനുഷ്യ സഹജമാണ് സത്യത്തിൽ. നമ്മളതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെയില്ല നമുക്കെന്താ പണി പറയാൻ? വീടി വലിച്ച് ഉദ്ധരിക്കുക, കഞ്ചാവ് വലിച്ച് ഉദ്ധരിക്കുക, എന്നാലും ഒരു പണിക്കും പോകില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നാട്ടിലില്ലാത്തതൊക്കെ വേണ്ടി വരും. ഈ ഒരു പോരായ്മ നമുക്കുണ്ട്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, നമുക്ക് ഈ തൊഴിലില്ലായ്മ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, തൊഴിലില്ലായിട്ടല്ല, ചെയ്യാനുള്ള മടിയാണ്. എല്ലാവർക്കും വൈറ്റ് കോളർ വേണം, എല്ലാം വേണ്ടേ? മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമല്ല, എല്ലാം വേണം. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഞാനിപ്പോൾ അമേരിക്കയിലുള്ള പല കാര്യങ്ങളും ഞാൻ മേയറുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ കണ്ടിട്ടില്ല മാറ്റങ്ങൾ. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവിടുത്തെ സിസ്റ്റത്തിനെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. എന്തിനും ഒരു സിസ്റ്റമുണ്ട്. 4 ട്രാക്കിൽ വാഹനം പോവുകയാണ്, ഒരാൾ ഓരോ ട്രാക്കും തെറ്റിക്കില്ല. 100 മൈൽ സ്പീഡിലാണ് പോകുന്നത്. എന്നാൽ പോലും ഒറ്റ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കയറ്റി ഇവിടെ കയറ്റി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചക്ക നമ്മൾ ചെയ്യും. ഒരാളും ചെയ്യുന്നില്ല, ഒരാളും ഒരു സിഗ്നലും തെറ്റിക്കുന്നില്ല. ഇത്ര കൃത്യതയാണ്. കാരണം അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു കടലാസ് കൊണ്ട് ഒരു സ്ഥലത്തില്ല. ഞാൻ അങ്ങനെ നടന്ന് നോക്കുക. അതൊക്കെ ഇത് ഞാൻ ഒരുപാട് കാലം ഇരുന്ന ഒരാളല്ലേ, ഇതിനെ മുഴുവൻ അറിയുന്നവർ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ മനസ്സിൽ തന്നെ മാറ്റം വരണം. അല്ലാതെ നമ്മളെന്ത് നടപ്പാക്കിയിട്ടും കാര്യമില്ല. നിയമം കൊണ്ടൊന്നും മാത്രം മാറ്റാൻ പോയില്ല. കാരണം മനുഷ്യ മനസ്സുകളിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഞാനിപ്പോൾ വഴിതെറ്റി പോണു. ഇപ്പോൾ നമ്മളെ മന്ത്രിയെ അല്ല, നമ്മളെ മന്ത്രിനെ നമുക്ക് മനസ്സിൽ വരുന്നുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുരാവസ്തുവിലായാലും ശരി, മ്യൂസിയം, എൻ്റെ 2 മ്യൂസിയം ഇവിടെ ഉള്ളത് എൻ്റെ മണ്ഡലത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ റിനോവേഷൻ, അതിൻ്റെ വലിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ ഒരു മന്ത്രിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തിലായാലും ശരി, ഒരു മന്ത്രി തന്നെ കുറേ കാര്യങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കും. പലതും ചെയ്തു തരാൻ വേണ്ടി കഴിയും നമുക്ക്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും സാധ്യതയുണ്ട് കേട്ടോ, തോന്നും. കാരണം ഇനി അവസരങ്ങളുണ്ട്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഇതുമൊക്കെ. ജഗദീശ്വരൻ, അയാളും ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്തിലും അത് വേണമെന്നാണ് കേട്ടോ. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, ഞാനതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. അത് സംശയിക്കും. അത് വിട്ടിട്ട് ഈ ലോകം വേണ്ട എനിക്ക്. കാരണം അത് ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. അപ്പം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ആർക്കും പറയാൻ കഴിയും.
കാണേണ്ട കണ്ണുകളിലൂടെ നോക്കിയാൽ കാണുന്ന. നമ്മൾ വളർന്നിട്ടില്ല, നമ്മൾ സാധാരണക്കാരാണ്. ഞാൻ വിചാരിക്കുകയാണ് ഞാൻ MLA ആണ്, മേയറായെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അതിനൊന്നും നേട്ടമുണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഏറ്റവും താഴ്ന്ന ഒന്നും അടുത്ത നിമിഷം ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യനെ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയും. അതിനാണല്ലോ ജനങ്ങൾ നമ്മളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. കഴിയാവുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് പോകാൻ ഒരു മനുഷ്യൻ വിചാരിച്ചാലും കഴിയില്ല, ആർക്കും കഴിയും. ഈ 2.5 വർഷക്കാലം അദ്ദേഹം കഴിയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയോട് കൂടിയാണ് അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത്. കാരണം അങ്ങനെ ആയിരിക്കണം, ശരിക്കും ആക്റ്റീവായിരിക്കണം. മറ്റ് കിട്ടിയത് ബാക്കി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് പോകാനല്ല, അത് നിർവഹിക്കാൻ സാധിച്ചൊരു വലിയ മനുഷ്യനാണ്. എന്തായാലും സുലൈമാൻ സേട്ടിനെ അറിയാത്ത ആരും ഇവിടെ ഇല്ല. അത്രയും വർഷക്കാലം നമ്മുടെ MP ആയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തുകാരനല്ലെങ്കിലും സത്യത്തിൽ ഇവിടുത്തുകാരനായിട്ട് മാറിയിട്ടുള്ള സേട്ട് സാഹിബിനെ അറിയാത്ത ആൾക്കാരില്ല. പണ്ട് ഞാനിങ്ങനെ അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്ന കാലത്ത് നമ്മളവിടെ ഒരാളുടെ കല്ലുടിയന മൂപ്പര് രാത്രി ആയാലും ഇങ്ങനെ ചോദിക്കുന്നെ, സുലൈമാൻ എന്നാടെ ഷേർട്ട് പോയതെന്ന് വെച്ചു. നമ്മളിവിടെ പണ്ടത്തെ കാലത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്നു, ഷേർട്ട് എന്ന് വിളിക്കുന്നത് ഗുജറാത്തികൾ ഇവിടെ വന്നിട്ട് അതാ അപ്പൊ അന്നൊന്നും ഇത് അറിയില്ലല്ലോ. അദ്ദേഹം സുലൈമാന് പേര് മുസ്ലിം പേരാണ്, പിന്നെ ഷേർട്ട് ഇതിന് കൂടെ ഒന്നുന്നില്ല. ദിവസം രാത്രി ഞങ്ങളൊക്കെ തർക്കിക്കും, വേണ്ടാത്ത ചോദ്യം ചോദിക്കണ്ട. മൂപ്പരക്ക് ഒരു ലേശം അടിച്ചാൽ രാത്രി ഇത് കുറേ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഓർമ്മ വരെ എനിക്ക് പോട്ടെ. പക്ഷെ ഒരുപാട് നല്ല മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പിൻഗാമിയാണ് നമ്മുടെ ദേവർകോവിൽ. തീർച്ചയായിട്ടും ജഗദീശ്വരൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും അങ്ങയുടെ സേവനം നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലൊരു കല്യാണമുണ്ട്, പെങ്ങളുടെ കുട്ടീൻ്റേത്. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം അഹമ്മദ് സാഹിബിന് കോഴിക്കോട്ടെ സഹൃദയർ ഒരു സ്വീകരണം നൽകുന്ന സമയത്ത് അതിൽ പങ്കാളികളാവാതിരിക്കുക എന്നുള്ളത് മനപ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ സദസ്സ് ഇത്രമാത്രം ഹൃദ്യമാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മുടെ MLA അവതരണം വളരെ സിമ്പിളായിട്ടാണെങ്കിലും പറഞ്ഞത് മുഴുവൻ തന്നെ കാര്യമാണ്. അതുപോലെ തന്നെ മേയർ അടുത്തിരുന്നു കൊണ്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാനിപ്പോഴൊന്നും പറയുന്നില്ല സംഭവം. അതായത് അവരുടെ സ്വപ്നങ്ങൾ ഇത് തന്നെയായിരുന്നു. അഹമ്മദ് സാഹിബ് മത്സരരംഗത്തിലുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 കുടുംബയോഗങ്ങളിൽ മാഡം പങ്കെടുത്തിരുന്നു. അവസാനത്തെ 2 മിനിറ്റിൽ മാഡം കരയുമായിരുന്നു. അഹമ്മദ് സാഹിബിൻ്റെ ജീവിതം പറഞ്ഞുകൊണ്ടായിരുന്നു അവരന്ന് ഗദ്ഗത കണ്ടായിരുന്നത്. പല സ്ത്രീകളെയും അത് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് അഹമ്മദ് സാഹിബിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്, ഞങ്ങൾക്കൊന്നും ആർക്കും കിട്ടില്ല. ഒന്ന്, അദ്ദേഹം ഇപ്പോഴും ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് എനിക്ക് തന്നെ വലിയ അത്ഭുതമാണ് സംഭവം. എന്തും ചിരിക്കുക, ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയാണ്. എന്തും ചിരിക്കുക, നമ്മൾ ചിരിക്കാതിരിക്കുക, ഓരോരുത്തരിക്കുക എന്നുള്ള സംഭവം. എനിക്ക് തോന്നുന്നു ജീവിതമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചിരിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് കുറ്റ്യാടി ദേവർകോവിൽ എന്ന് പറയുന്ന ആ കുഗ്രാമത്തിൽ നിന്ന് ആർക്കും അറിയില്ല ദേവർകോവിൽ എവിടെയാണെന്ന് എന്ന്. ആരൊക്കെ പ്രചരിപ്പിച്ചു ദേവർകോവിൽ എന്നുള്ളത് മറ്റേ നാഗർകോവിലിൻ്റെ അപ്പുറത്തൊരു സ്ഥലമാണ്, ഇദ്ദേഹം തമിഴനാണ്, വെളുത്തു പോയതാണൊക്കെ അന്ന് പറയുന്നുണ്ടായി സംഭവം. ഞങ്ങളന്ന് പറയാറുണ്ട്. പക്ഷെ ആ ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി അവിടെ തലശ്ശേരിയിലേക്ക് ഹിജ്റ പോയ പലായനം ചെയ്ത അനാഥ ബാലനായിരുന്നു ആ സംഭവം. അവസാനം അവിടെ ബോംബെയിലെത്തുന്നു. ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നു. അതിനിടയിൽ ഈ നേരത്തെ മേയർ പറഞ്ഞ പോലെ കുറേ ഭാഷ, ഉറുദു, മറാത്തിയും ഹിന്ദിയും ഈ തമിഴിങ്ങനെ അറിയും ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നൈ പോയ സമയത്തിട്ട് തമിഴിലും സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചത് എപ്പോഴാണ് പഠിച്ചത്? അതൊക്കെ പണ്ട് പഠിച്ചു പോയതാണ്. കാരണം പോയിടത്തുനിന്നൊക്കെ ഭാഷ പഠിക്കുക, കഴിയുന്നെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലമൊക്കെ അവിടെ വാങ്ങാന്നുള്ളൊരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന് സംഭവം.
പക്ഷെ ആ സ്ഥലമൊന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വേറെ രസകരമായ സംഭവം. പലപ്പോഴും പറയും മന്ത്രി പദവി വന്നതുകൊണ്ട് എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ്, കാരണം ബിസിനസ്സൊന്നും ഇല്ലാണ്ടായി. ആ മാത്രമല്ല വേറെ തരത്തിലൊന്നും ചിന്തിക്കുകയും ചെയ്യില്ല. ഒരപൂർവ പ്രതിഭാസമാണ്. ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വൈഫ് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്താണെന്ന്. ഞാൻ പറഞ്ഞു തുറമുഖം. ഇതെന്ത് വകുപ്പാണ്? ഞാൻ പറഞ്ഞത് പണ്ട് സുലൈമാൻ നബി ഏറ്റെടുത്ത വകുപ്പാണെന്ന്. കാരണം സോളമൻ്റെ കാലഘട്ടത്തിലായിരുന്നു കപ്പൽ ഏറ്റവും കൂടുതൽ ഓടിയിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ. യഥാർത്ഥത്തിൽ ആ നിലയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബർ 15-ന് ആദ്യത്തെ കപ്പൽ ചൈനയിൽ നിന്ന് അവിടെ വിഴിഞ്ഞത്ത് വരികയും എല്ലാ മന്ത്രിമാരും പ്രമുഖരായ എല്ലാ IAS ഓഫീസറൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിൽ വെച്ച് ഇദ്ദേഹം അതിന് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തപ്പോൾ അറിയാതെ കണ്ണിന് വെള്ളം വന്നു. കാരണം ഇവിടെ കോഴിക്കോട്ട് ആരും അറിയാത്ത ഒരു വലിയൊരു നേതാവൊന്നും അല്ലാത്തൊരു മനുഷ്യന് കേരളത്തിൻ്റെ തീരത്ത് വലിയൊരു സത്യത്തിൻ്റെ നങ്കൂരം ഇട്ടിരിക്കുകയായിരുന്നു സംഭവം. ഞങ്ങളെ മഹാനായ സെർട്ടു സായി പഠിപ്പിച്ചതാണ്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്, ആരാധനയാണ്. അല്ലാണ്ട് സ്വയം വളരാനും അതുപോലെ തന്നെ സമ്പാദിക്കാനുമുള്ളതുമല്ല. എല്ലാവർക്കും തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ഇത്തവണ അവരുടെ പാർട്ടിക്കനുസരിച്ച് വെക്കാമായിരുന്നു. ആ നേരത്തിലാണ് ഒരു ചെറിയ റൂൾസിൽ ഭേദഗതി വരുത്തിയത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് തുറമുഖത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ജോയിന്റ് സെക്രട്ടറി ജോയി എന്ന് പറയുന്ന അദ്ദേഹത്തെ പിടിച്ചിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ PS ആക്കിയത്. മറ്റ് മിക്കവാറും സ്റ്റാഫ് ഡെപ്യൂട്ടേഷനിൽ വന്നവരാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. അതൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയൊക്കെ കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിച്ചു. നേരത്തെ തോട്ടത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മാത്രമല്ല തിരുവനന്തപുരത്ത് എല്ലാവരും തന്നെ വളരെ വ്യസനത്തോടു കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് യാത്ര അയച്ചത്, ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾക്കറിയാം ഭാവി അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ ഇതിലും ഉയർന്ന പദവികളും പൊസിഷനുകളും അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവാളഅ അഹദുൻ റഫഅഹു അല്ലാഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയതിന് അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, അദ്ദേഹത്തിനെ ആദരിക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വിനയാന്വിതനായി ഭൂമിയിലൂടെ നടന്നാൽ അവനെ അല്ലാഹു തആല ധാരാളം ഉയർത്തും. രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും മനുഷ്യന് വേണ്ട, വളരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് അനിവാര്യമായ ഒരു ഘടകമാണ് വിനയം എന്നുള്ളത്. ബഹുമാനപ്പെട്ട ദേവർകോവിൽ അവറുകൾ വളരെ വിനയാന്വിതനായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന, 2.5 വർഷം മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എങ്കിലും അല്ലാഹു തആല വലിയ ബറക്കത്ത് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം കൊണ്ട് കുറേ പ്രവർത്തിക്കാൻ സാധിക്കുക, കുറഞ്ഞ ആയുസ്സിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മോശം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നല്ല, നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് ഈ 2.5 വർഷം കൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുകയും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അതിനൊക്കെ അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തെ നമ്മളിങ്ങനെ പ്രശംസിക്കുമ്പോൾ, അദ്ദേഹത്തെ നമ്മളിങ്ങനെ പുകഴ്ത്തുമ്പോൾ അതിന് അദ്ദേഹത്തിന് അർഹതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയതും.
പക്ഷെ നമ്മുടെ മുൻഗാമികൾ ഈ ജീവിച്ചിരിക്കുന്ന നല്ലവരായ ആളുകളെ നമ്മൾ പാഠമാക്കുകയും ജീവിതത്തിൽ നമ്മൾ അവരെക്കുറിച്ച് പഠിക്കുക. ഈ ഒരുമിച്ച് കൂടിയ ആളുകളിൽ നല്ല രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ആള്, നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ച് പകർത്തണം. റോൾ മോഡൽ ആക്കേണ്ടത് ഏറ്റവും നല്ലവരെയാണ്. ബഹുമാനപ്പെട്ട മേയർ അവർകൾ അവിടെ പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് ഒരാളും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതുതന്നെയാണ് ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിന്റ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരാളും നെഗറ്റീവായിട്ടൊന്നും പറയരുത്. അതിന് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും ചെയ്യരുത്. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഉപകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ. മന്ത്രിസ്ഥാനം മാറി MLA ആയി എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇനി ഒന്നും ചെയ്യാതിരിക്കുകയില്ല. ഇനിയും ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം നല്ല ഒരു മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ, ഞാൻ ഇതുപോലൊരു പരിപാടി കഴിഞ്ഞ് കുറ്റിച്ചറ മിസ്കാൽ പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ ഇമാമത്തിന് എനിക്കെത്തണം. അന്ന് അവിടെ എൻ്റെ അസിസ്റ്റൻ്റ് ഇല്ല, അദ്ദേഹം ലീവിലാണ്. ഞാൻ അവിടെ ചില ബ്ലോക്കുകൾ കാരണം എത്തിയില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ എത്തിയ സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്ന് മഗ്രിബിന് ഇമാം നിന്നത് മന്ത്രിയായിരുന്നു എന്ന്. അദ്ദേഹം അതുപോലെ കുറ്റിച്ചറ ഭാഗങ്ങളിലുള്ള അധിക പരിപാടികളിലും സംബന്ധിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടു പിറകിൽ അദ്ദേഹത്തെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹം യഥാർത്ഥ ഒരു വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഏത് വിശ്വാസിയാണെങ്കിലും, മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലൊക്കെ വിശ്വാസിയാണ് എങ്കിൽ, ദൈവത്തിൽ ഭക്തിയുണ്ട് എങ്കിൽ, ദൈവത്തിൽ പേടിയുണ്ട് എങ്കിൽ, ഇനിയൊരു കാലം എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ആയിരിക്കണം ഓരോ ആളുകളും. രാഷ്ട്രീയത്തിലാണെങ്കിലും മതസംഘടനയിലാണെങ്കിലും ഏത് നിലക്കും പ്രവർത്തിക്കേണ്ടത് ആ നിലക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഇത്രയും കാലം ചെയ്തത് സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകപ്രശസ്ത ചിന്തകനായ തോമസ് കാർലൈൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആരും ഭൂമിയിൽ മഹാനായി ജനിക്കുന്നില്ല, ജീവിത മൂല്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഒരാളെ മഹത്വത്തിൻ്റെ പടവുകൾ കയറാൻ യോഗ്യനാക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പ്രദേശത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കടന്നുവന്ന് പൊതുപ്രവർത്തനത്തിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയിലൂടെയും രാഷ്ട്രീയ ചക്രവാളത്തിൽ ഉയർന്ന് കേരളത്തിൽ വഹിക്കാവുന്ന ഒരു വലിയ സ്ഥാനം, മന്ത്രി പദവി അലങ്കരിച്ച് താൽക്കാലികമായി ആ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ജനാബ് അഹമ്മദ് ദേവർകോവിൽ സാഹിബ്, യഥാർത്ഥത്തിൽ അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും സൗമ്യ വ്യക്തിത്വത്തിൻ്റെയും ഒരു ഉടമയായിരുന്നു എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. നമ്മുടെ ഈ സ്റ്റേജിന് പോലും ഞാൻ ചില പ്രത്യേകതകൾ കാണുന്നതാണ്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ആത്മീയ സാന്നിധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള 3 നമ്മുടെ മേയറും നമ്മുടെ 2 MLA-മാരും എന്നത് വലിയ സന്തോഷകരമായൊരു സംഗതിയാണ്. MLA രവീന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ ആത്മീയത എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ ഒരു അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്ന് വളർന്നു വരുന്ന ഒട്ടുമിക്ക വ്യക്തികൾക്കും ഈ പറഞ്ഞ ഏത് ഉത്തരവാദിത്വങ്ങളിൽ എത്തിയാലും അവിടെ തൻ്റെ ആ ജീവിത മൂല്യത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ സേവനം നിഷ്കളങ്കമായും ആത്മാർത്ഥമായും നിർവഹിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു അടയാളം കൂടിയാണ് നമ്മുടെ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സാഹിബ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണ
മന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ നിരീക്ഷിക്കുന്നത് ഈ ബ്യൂറോക്രാറ്റുകളുടെ ഒരു ചട്ടുകങ്ങളായി പരിണമിക്കുന്നു. സ്വയം ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകുന്ന, ചോർന്നു പോകുന്ന, അതല്ലെങ്കിൽ നിസ്സഹായമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. അവിടെ അത്തരം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെടാതെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റിൻ്റെ പൂർത്തീകരണ പദ്ധതിയിൽ പങ്കാളിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ മന്ത്രിമാരുടെ ചുറ്റുഭാഗത്തുള്ള കോക്കസുകൾ, ഉപജാപങ്ങൾ, അതുപോലെ അവരുടെ പ്രൈവറ്റ് അസിസ്റ്റന്റുമാർ, PA, ഇവരുടെയൊക്കെ അതിരുകടന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വലിയ തലവേദനയാണ്. ദേവർകോവിൽ സാഹിബിൻ്റെ മന്ത്രിയുടെ PA നിങ്ങൾ സംസാരിച്ചാൽ ഓരോരുത്തരും വളരെ സൂക്ഷിച്ചും അവധാനതയോടെയും അദ്ദേഹത്തോട് ചേർന്ന് നിന്ന ഒരു ഉദ്യോഗസ്ഥ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക സംഘവും അദ്ദേഹത്തിനൊരു കരുത്തായിരുന്നുവെന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇനിയും അധികാരത്തിൻ്റെ തലങ്ങളിലൂടെ, ഉത്തരവാദിത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളിലും ആ സാധ്യതകൾ നമ്മൾ തള്ളിക്കളയുന്നില്ല. നമുക്ക് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ MLA നമുക്ക് അഭിമാനകരമായി ആദരിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും മന്ത്രി പദവി അലങ്കരിക്കാൻ അദ്ദേഹത്തിന് സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തിരക്കുണ്ട്, 6:15 ബാങ്ക്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ 6:15. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ റംഷിയോട് പറയാം, എനിക്ക് പറയണമെന്നുണ്ട്. രവിയേട്ടൻ നിങ്ങളോട് പറയാണ്, സേട്ടൂൻ്റെ കാര്യം പറഞ്ഞില്ലേ, സുലൈമാൻ സേട്ടു സേട്ടൂനാണ്. ഹൻസ ഇലക്ഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷത്തായിരുന്നു, അയ്യനിലെ കൂടെ നമ്മളായിരുന്നു. അപ്പോൾ ഹിലാലിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ കൂടെ വർക്കിന് വന്നിട്ട് ഞാൻ സുലൈമാൻ സേട്ടിന് കൂടെ ചായ കുടിച്ചത്, നമ്മൾ സംസാരിച്ച ഭാഷ നമ്മളെ ഭാഷ. ഞാൻ കച്ചിയാണ്, ഗുജറാത്തി അല്ല. അപ്പോൾ ഈ സുലൈമാൻ സേട്ടു മേമണാണ്. നമ്മളെ ഗുജറാത്ത് വിഭാഗത്തിൽ ബോറ മുസ്ലിംസ് ഉണ്ട്, പിന്നെ ഒരു മുസ്ലിം വിഭാഗം മേമണുണ്ട്. അത് മേമണാണ് അദ്ദേഹം. ഞാനും അദ്ദേഹം എപ്പോൾ കണ്ടാലും അന്ന് കച്ചിയിലെ സംസാരം. അപ്പോൾ അയാൾ സേട്ടു വെറുതെ സേട്ടുവിനാണ്. അതൊന്നും പോയാൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ദേവർകോവിൽ സാഹിബിനെ കൂടി ഞാൻ ഇലക്ഷൻ വർക്കിനൊക്കെ ഗുജറാത്തീസിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഈ ദേവർകോവിൽ എല്ലാവർക്കും മനസ്സിലാവില്ല, ദേവർകോവിൽ. അപ്പം ഞാൻ എന്തോ ഐഡിയ. അപ്പോൾ ഈ ഹോട്ടലിൽ വെച്ചിട്ട് തന്നെ മേയർ തെറ്റിയിട്ട് മൂപ്പർ നാഗർകോവിൽ വിളിച്ചിരുന്നു. എനിക്കത് കറക്റ്റ് ഓർമ്മ, ഞാൻ മനസ്സിൽ വെച്ച് ഏത് നാഗർകോവിൽ പറഞ്ഞാൽ വേഗം പണി നടക്കൂ. അപ്പോൾ ഞാൻ രാത്രിയാണ് ഗുജറാത്തി സേട്ടുമാരൊക്കെ രാത്രിയാണ് സമയം കാണാൻ. അപ്പോൾ നമ്മൾ രാത്രി റൗണ്ട് അടിക്കുമ്പോൾ ഞാൻ അത് ഇതാ നാഗർകോവിൽ. അങ്ങനെയൊക്കെ ഒരു വോട്ട് മൂപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന്. പിന്നെ ഞാൻ അദ്ദേഹത്തിന് ഒരു നമ്മളെ കോഴിക്കോടിലെ ഒരു ഗുജറാത്തി ഒറ്റ ആൾ ബാക്കിയുള്ളൂ ധോത്തി ഇട്ടിട്ട്, ബാക്കി എല്ലാം ബാൻഡായിപ്പോയി. ഇപ്പോൾ ധോത്തി പരിപാടി ഇല്ല. അപ്പോൾ അയാളടുത്ത് മോഹൻ ഭായ്, മൂപ്പർക്ക് ഓർമ്മ ഉണ്ട്, മോഹൻ ഭായിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അയാളെ ആശീർവദിച്ചാൽ അയാൾ ജയിക്കും. മുനീർ ജയിച്ചാണ് ഇയാളെ ആശ്രയിച്ച് ഇയാളും ജയിച്ചു. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് വന്നാൽ മതി, ജയിക്കും ഉറപ്പാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ, ഒറ്റ കാര്യം കേട്ടോ, എനിക്കറിയാൻ ലേറ്റ് ആവണ്ടേ. ഫസ്റ്റ് മൂപ്പർ മന്ത്രിയായ ശേഷം ഇവിടെ കാലിക്കറ്റിൽ ഫസ്റ്റ് പരിപാടി ഞാൻ വിളിച്ചാണ് ഗുജറാത്തി സ്കൂൾ. ഓർമ്മയുണ്ടോ സാറേ? കോവിഡിന് 300 ബെഡ് ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ വിളിച്ച് ഫസ്റ്റ് പരിപാടി അദ്ദേഹം ചെയ്താൽ അത് നമ്മളെ കൊണ്ട് വിളിച്ചൊരു ഉത്സാഹമാണ് കേട്ടോ, ഉഷാറായി. ഇങ്ങനൊരു സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നോട് സിഡ് സാഹിബ് സെൻറ്ററിൻ്റെ ഒരു പ്രോഗ്രാം എന്ന നിലക്കാണ് പരിപാടി വാങ്ങിയത്. അതിങ്ങനത്തെ ഒരു പരിപാടി ആകും എന്നറിഞ്ഞെങ്കിൽ ഞാൻ പരിപാടി കൊടുക്കൂലായിരുന്നു. റംസി ധാരണ വിളിച്ച് ഒരു പരിപാടിയുണ്ട്, ഡേറ്റ് വേണമെന്ന് പറഞ്ഞാൽ സാധാരണ ഡേറ്റ് കൊടുക്കും, എന്തെങ്കിലും പരിപാടികൾ നടക്കും, പിരിയും. ഏതാണ്ട് ഇതും അങ്ങനെയൊക്കെ ആകും എന്നാണ് ഞാൻ ധരിച്ചത്. പിന്നീട് ഇത് വുഡീസിലാണ് നടക്കുന്നതൊക്കെ ഒരു ദിവസം മുമ്പ് മാത്രമാണ് പറയുന്നത്. ഏതായാലും ഇത് ഒരു വലിയ ഉത്തരവാദിത്തമായി ഞാൻ കാണുകയാണ്. കാരണം എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഒരു വലിയ വിശ്വാസ്യത, അതിനെ കടത്തിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ബാധ്യത എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ മത്സരിക്കാൻ പലപ്പോഴും ആലോചിച്ചതല്ല. എൻ്റെ പാർട്ടിയിൽ പലപ്പോഴും മത്സരിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് വന്നിരുന്നു. അന്നൊക്കെ ഞാൻ പലർക്കും വേണ്ടി മാറിക്കൊടുക്കുകയാണ് ചെയ്തത്.
പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണം എന്ന് എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ശക്തമായി എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു. പാർട്ടി മുമ്പ് നിർത്തി ജയിച്ചയും തോറ്റതുമായ പല സ്ഥാനാർത്ഥികളും പാർട്ടിയോട് കൂറ് കാണിച്ചില്ല എന്നതുകൊണ്ട് ഇനി ഞാൻ തന്നെയാണ് മത്സരിക്കേണ്ടതെന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ശക്തമായ നിർദ്ദേശമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത്. മത്സരരംഗത്തേക്ക് വരുമ്പോൾ എനിക്കറിയാം, മുമ്പ് ഞാൻ INL പാർട്ടി പറഞ്ഞതുകൊണ്ട് ഒറ്റക്ക് ലോക്സഭയിൽ മത്സരിച്ചു എന്ന് ഒഴിച്ചാൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും ഒരു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഞാൻ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് MLA ആയി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവത്തിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. അതും ഈ മന്ത്രിസഭയിൽ ഒരു പുതിയ സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് അധികാരമേൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. കാരണം ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ നിലനിൽക്കാത്തൊരു സംഗതി, അത് കയ്യിലേക്ക് വരികയാണ്. അതും തുറമുഖ വകുപ്പ്, മ്യൂസിയം വകുപ്പ്, പുരാവസ്തു വകുപ്പ്, പുരാരേഖ വകുപ്പ്, 4 വകുപ്പുകൾ ഒന്നിച്ചാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടത്. ഞാൻ പ്രാധാന്യം എൻ്റെ പാർട്ടിക്കകത്തുള്ള പലരും, അതുപോലെ മറ്റു സുഹൃത്തുക്കളുമൊക്കെ പലരെയും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ പുതിയ ആളാണ്, ഒരു കാരണവശാലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഞാൻ സ്റ്റാഫിനെ നിയമിക്കില്ല. ഈ രംഗത്ത് നല്ല പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് തുറമുഖ വകുപ്പിൽ ദീർഘകാലം പരിചയമുണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി പറ്റാവുന്ന ഒരാളാണെന്ന് എന്നോട് KT ജലീൽ നിർദ്ദേശിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും, ജോയ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ച് പുറത്തു നിന്ന് അന്വേഷിച്ചപ്പോൾ വളരെ നല്ല അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടങ്ങളിൽ ഒരിക്കലും അദ്ദേഹം ഒരു അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുകയും ഈ രംഗത്ത് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് എന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ സെക്രട്ടറിയായി നിയമിക്കുകയായിരുന്നു. തൊട്ടടുത്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എനിക്ക് ദീർഘകാലം സൗദി അറേബ്യയിൽ പോകുമ്പോഴൊക്കെ പരിചയമുണ്ടായിരുന്ന, അവിടുത്തെ നിരവധി കോർപ്പറേറ്റ് കമ്പനിയുടെ മാനേജറായിരുന്ന അൻവർ സദാത്ത് എന്ന് പറയുന്ന പാർട്ടിക്കാരൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. സ്റ്റാഫിനെ നിയമിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഒരുപാട് റെക്കമെൻഡേഷനുകളും സമ്മർദ്ദമൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ വകുപ്പ് കൊണ്ടു നടക്കാൻ പറ്റിയ ആളുകളെ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യണം, എന്നിട്ട് അപ്രധാന വകുപ്പുകളിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടി പ്രവർത്തകന്മാരെയൊക്കെ പരിഗണിക്കാം. ആ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാഫിനെ ഞാൻ എടുത്തത് ഗവൺമെൻറ് സർവീസിൽ നിന്നാണ്, ഡെപ്യൂട്ടേഷനിൽ നിന്നാണ്. അത് പലരും ചോദിച്ചു എന്തിനാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഈ വകുപ്പിൽ വന്നപ്പോൾ ആലോചിച്ചത്, ഈ വകുപ്പിൽ എനിക്ക് 2.5 വർഷത്തെ സമയമേ ഉള്ളൂ. ഇതിനകത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ശ്രദ്ധേയമായ പ്രൊജക്റ്റ് ഏതാണെന്ന് പരിശോധിച്ചു. ബേപ്പൂർ പോർട്ട് ഞങ്ങൾ പരിശോധിച്ചിരുന്നു, നിരവധി മ്യൂസിയങ്ങൾ പരിശോധിച്ചിരുന്നു, കൊല്ലം പോർട്ട് പരിശോധിച്ചിരുന്നു, അഴീക്കൽ പോർട്ട് പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് വിഴിഞ്ഞത്താണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. വിഴിഞ്ഞത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് 20 മീറ്ററിൽ സ്വാഭാവിക ആഴം ഉള്ള കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ കടൽ ആണ് വിഴിഞ്ഞം എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കരലഭിക്കുന്ന കടലും വിഴിഞ്ഞമാണ്. ഇത് ലോകത്ത് ഒരു പോർട്ടുകൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്, ഇന്ത്യയിൽ ഏതായാലും ഇല്ല എന്ന് പഠിച്ചപ്പോൾ ഇതിൻ്റെ പിറകെ കൂടണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള എന്തൊക്കെ തടസ്സങ്ങളാണ് എന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയെ ഇരുത്തി ചോദിച്ചു. അതോടൊപ്പം ഞങ്ങൾ വിസിൽ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്, ഗവൺമെൻറ് കമ്പനിയാണ്. വിസിൽ എന്ന് പറയുന്ന കമ്പനിയും അദാനി പോർട്ട്സ് ലിമിറ്റഡും തമ്മിലാണ് സാധാരണഗതിയിൽ ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. വിസിൽ എന്ന് പറയുന്ന ഞങ്ങൾ കമ്പനിയെ വിളിച്ച് അതിൻ്റെ സിഇഒയോടും സ്റ്റാഫിനോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒരു തരത്തിലും ഇത് തൊടാൻ പറ്റില്ല, പല പ്രഗത്ഭന്മാരും മുമ്പ് തൊട്ടിട്ട് കൈപൊള്ളിയ കേസാണ്, അതുകൊണ്ട് ഇത് നടക്കില്ല, ഒരു തരത്തിൽ ഈ പ്രൊജക്റ്റ് നടത്താൻ കഴിയില്ല എന്ന് അവർ റിപ്പോർട്ട് തന്നു. നമ്മളെ അദാനിയുടെ സിഇഒയും അവരുടെ ഉദ്യോഗസ്ഥന്മാരും വിളിച്ച് ചോദിച്ചപ്പം അവരും പറഞ്ഞു, വളരെ പ്രയാസം തന്നെയാണ്. കാരണം ഞങ്ങൾ ഞെട്ടിച്ച് പോവാണ്, കുറേ കൊല്ലമായി ഇവിടെ നിങ്ങൾ നശിക്കാൻ തുടങ്ങിയിട്ട് ഒരു തരത്തിലും നടപ്പിലാക്കാൻ കഴിയും തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഏൽപ്പിച്ച വിസിൽ എന്ന് പറയുന്ന കൂട്ടർ നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരെ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ സ്റ്റാഫുകളും ഇരുന്ന് ആലോചിച്ചു, ഇതൊന്ന് പഠിക്കണമല്ലോ ഈ വിഷയം. അങ്ങനെയാണ് ഞങ്ങൾ ബോംബെ മാരിടൈം ബോർഡിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. ബോംബെയിൽ പോയി മാരിടൈം ബോർഡിൻ്റെ
മിനിസ്റ്ററെ കണ്ടു ഷിപ്പിൻ്റെ മിനിസ്റ്ററെ കണ്ടു. അദ്ദേഹം നല്ല രീതിയിൽ സഹകരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദി ഭാഷ അത് കുറച്ചുകൂടെ അതിനുള്ള ഗുണം കിട്ടിയെന്നത് ശരിയാണ്. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ പോയി. ഗുജറാത്ത് മാരിടൈം പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ പോയി ഫുജൈറ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്ന് ഒക്കെ കിട്ടിയ അനുഭവം വെച്ചുകൊണ്ട് ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസത്തിലേക്ക് ഞങ്ങൾ നീങ്ങി. വിസിലിലെ ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റേണ്ടി വന്നു. കാരണം മാറ്റാതിരിക്കാൻ നിർവാഹമില്ല. പഠിച്ച് ചിലരെയൊക്കെ മാറ്റി. അദാനി കമ്പനിയോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോർട്ട് നിങ്ങൾക്കുള്ള എല്ലാ തടസ്സവും ഞങ്ങൾ നീക്കിത്തരും, പക്ഷെ ഒറ്റ കണ്ടീഷൻ വേണം, 2 വർഷം കൊണ്ട് ഈ പണി പൂർത്തിയാക്കുമെന്ന് ഉറപ്പുകൾ തരണം. അപ്പോൾ അവർ ചോദിച്ചു അതെന്താ അങ്ങനെ പറയുമെന്ന് ചോദിച്ചു. നമുക്ക് 2.5 കൊല്ലം ചിലപ്പോൾ അവധി ഉണ്ടാവും, അതിന് മുമ്പ് ഇത് തുറക്കണം. ആ ഉറപ്പ് നിങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഉറപ്പും നമ്മൾ തരാം. അപ്പോൾ അവർ പറഞ്ഞു, കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് നേരെ ഞങ്ങൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയെ പോയി കണ്ടു. ഷിപ്പിംഗ് മന്ത്രിയെ പോയി കണ്ടപ്പോൾ അതോട് ഞാനിങ്ങനെ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ഞാൻ അഹമ്മദ് ദേവർഗോവിൽ എന്ന് പറഞ്ഞപ്പോൾ സർബാനന്ദ് സോനാവാൽ എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു. അദ്ദേഹം ഉടനെ എന്നോട് ചോദിച്ചു, നിങ്ങൾ അഹമ്മദ് ദേവർഗോവിലല്ലേ? ആണ്. എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. മുമ്പ് നിങ്ങൾ കോഴിക്കോട്ട് എന്നെ ഒരു സമ്മേളനത്തിൽ കൊണ്ടുപോയി സേഠ് സാഹിബിൻ്റെ കൂടെ 10 ദിവസം കലിക്കറ്റ് ടവറിൽ നമ്മൾ ഒന്നിച്ച് താമസിച്ച ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണ് ഞാൻ മുപ്പരെ കഥ ഓർമ്മിച്ചു. കാരണം മുപ്പര് ആസാം സ്റ്റുഡൻസ് യൂണിയൻ നേതാവായിരുന്നു. അന്ന് BJP ആയിരുന്നില്ല. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലക്ക് അദ്ദേഹത്തെ സേഠ് സാഹിബ് സെലക്ട് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം കോഴിക്കോട്ട് വന്ന് നമ്മളുമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോകാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ 10 ദിവസത്തോളം ഇവിടെ തങ്ങിയിരുന്നു. പക്ഷെ ഞാനൊക്കെ അതൊക്കെ മറന്നു വരും. അദ്ദേഹം ഷിപ്പിംഗ് മന്ത്രിയായതോടുകൂടെ വളരെ കൂളായി കാര്യങ്ങൾ പിന്നീട് നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് എല്ലാം ഒത്തുവന്നതാണ്. എങ്ങനെ ഒത്തുവന്നു എന്നെനിക്കറിയില്ല. കാരണം എനിക്ക് വളരെ പ്രഗത്ഭനായ തുറമുഖ രംഗത്തെ പരിചയമുള്ളൊരു സെക്രട്ടറി ഉണ്ടായി. അതോടൊപ്പം കേന്ദ്രത്തിൽ അതുപോലെ മന്ത്രി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിനാവശ്യമായ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ പാറ കിട്ടുന്നില്ല. കേരളത്തിലെ ഒരുപാട് ഖനികൾക്ക് ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഈ പരിസ്ഥിതി വിഭാഗം പിടിച്ചു വെച്ചിട്ട് ഒരു പാറയും പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പാറ കിട്ടിയില്ലേ വർക്ക് മുമ്പോട്ട് പോകില്ല. ഉടനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ പോകുമ്പോൾ എനിക്ക് തോന്നി അവിടെ ഞാൻ മാത്രം പോരാ, നല്ല തമിഴ് പറയുന്ന ആരെങ്കിലൊക്കെ വേണം. അതോടൊപ്പം ഞാൻ എൻ്റെ പാർട്ടിയുടെ അവിടുത്തെ 1-2 ലീഡേഴ്സിനെയും ഒക്കെ കൂട്ടിയിട്ടാണ് പോയത് അടുത്ത മന്ത്രിയെ കാണാൻ. പക്ഷെ അദ്ദേഹത്തിൽ നിന്നും വളരെ നല്ല സഹകരണം. കാരണം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാർ 2 പേരും മലയാളികളായിരുന്നു. അവർ നല്ല സപ്പോർട്ട് അവിടെ തന്നു. അവർ പറഞ്ഞു ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായത്ര കല്ല് തമിഴ്നാട്ടിൽ തരാൻ ഞാൻ ഉറപ്പ് തരുന്നത്. അതോടുകൂടെ നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടി. അത് വെച്ചപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം വെച്ചാൽ ഞങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞ വിസിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനിയാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ദിവസവും വൈകിട്ട് ഓഫീസിൽ വന്നിട്ട് ഓരോരോ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പ്രോബ്ലം, ഇങ്ങനെ പ്രോബ്ലം, അത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തലവിടാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മൾ മാത്രം പറഞ്ഞിട്ടും ഇതെവിടെയും മുമ്പോട്ടെത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ മാസവും ഒരു സിറ്റിംഗ് അവിടെ നടത്താം. 2 കമ്പനിയും വേണം, അദാനി കമ്പനിയും വേണം, നമ്മുടെ കമ്പനിയും വേണം. ഞങ്ങൾ ഉദ്യോഗസ്ഥരടക്കം ഞാനും വരും. അങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്ത് അവിടെ വെച്ച് വാദപ്രതിവാദമൊക്കെ പലപ്പോഴും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ വരെ എത്തും ചിലപ്പോൾ. പക്ഷേ ആയി വളരെ ഏറ്റവും പ്രശ്നമുള്ള ആളുകളെ മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മാറ്റി ഏതാണ്ട് ക്ലിയർ ആക്കിയെടുത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് ആദ്യ ഷിപ്പ് എത്തിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ അവിടെ 4 ഷിപ്പുകൾ വന്ന് തിരിച്ചുപോയി. ഞാൻ ഉള്ളപ്പോൾ തന്നെ 2ഉം 3ഉം ഷിപ്പുകൾ വന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 31-ാം തീയതി 4ാമത്തെ ഷിപ്പും അവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഏപ്രിലോട് കൂടി അത് പണി പൂർത്തിയാക്കി മെയ് ഫസ്റ്റ് വീക്കിൽ അത് വാണിജ്യാവശ്യാർത്ഥം തുറന്നു കൊടുക്കാൻ സാധിക്കും. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാത്രമല്ല മാറാൻ പോകുന്നത്, കേരളത്തിൻ്റെ മുഖച്ഛായ മാത്രമല്ല മാറാൻ പോകുന്നത്, ഇന്ത്യയുടെ മുഖച്ഛായ മാറാൻ പോവുകയാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ കപ്പലിന് അനായാസകരമായി വന്നു പോകാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തെ ഏക പോർട്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട്. നമ്മൾ ആശ്രയിക്കുന്ന ശ്രീലങ്കൻ പോർട്ടിനെയും അതുപോലെ സിംഗപ്പൂർ പോർട്ടിനെയും ദുബായ് പോർട്ടിനെയും ഒമാൻ പോർട്ടിനെയും ഒക്കെയാണ് നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബിസിനസ്സുകൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ ഓരോ വർഷവും 2000 കോടി രൂപയുടെ ലാഭം ഓരോ വർഷവും ഈ നമ്മുടെ ബിസിനസ് മാത്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ പുറത്ത് വലിയ രീതിയിൽ ബിസിനസ്സുകൾ വരും എന്ന കാര്യം തീർച്ചയാണ്, ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് തുറമുഖങ്ങളെയും വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു. അതിൻ്റെ പരമായി കൊല്ലം തുറമുഖം, അതുപോലെ നമ്മുടെ കോഴിക്കോട് ബേപ്പൂർ തുറമുഖം, കണ്ണൂർ അഴീക്കോട് തുറമുഖം, ഈ 4 തുറമുഖങ്ങൾക്ക് ISPS അംഗീകാരം എന്ന് പറയും, ഇൻ്റർനാഷണൽ ഷിപ്പുകൾക്ക് വരാനുള്ള അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചു.
പിന്നീട് നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ നമ്മൾ വിദേശത്ത് പോയപ്പോൾ പലരും പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരു കപ്പൽ സർവീസ് ആരംഭിക്കണം. ഒരുപാട് കടമ്പകൾ അതിനുണ്ട്. അതിന് ഞങ്ങൾ നേരത്തെ കപ്പൽ നടത്തിയ ആളുകളോട് ചോദിച്ചു. അവർ പറഞ്ഞു പ്രായോഗികമല്ല, വളരെ പ്രയാസകരമാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു. അവരും പറഞ്ഞു എളുപ്പമല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭരണഘടനയെടുത്ത് തിരിച്ചും മറിച്ചും പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഓപ്പറേഷൻ നടത്താനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി വീണ്ടും ബന്ധപ്പെട്ട് നോർക്ക മുഖേന ഇതിനൊരു പഠനം നടത്തി. അവസാനം കേന്ദ്ര ഗവൺമെൻറ് നോർക്കയും കേരള മാരിടൈം ബോർഡും ചേർന്നുകൊണ്ട് ഒരു ടെൻഡറിലേക്ക് നീങ്ങണം. അങ്ങനെ ടെൻഡറിൽ വരുന്ന ഷിപ്പിംഗ് ഓണേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നടത്താം എന്ന ഒരു അന്തിമ തീരുമാനം തരികയും 2-3 ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ അതിന് തയ്യാറായി വന്നിട്ടുണ്ട്. പക്ഷെ നേരിട്ട് നമുക്ക് കൊടുക്കാൻ നിയമം അനുവദിക്കാത്തത് കൊണ്ട് ഈ ജനുവരി മാസം അവസാനം അതിന് ടെൻഡർ ഉണ്ടാകും. ആ ടെൻഡറിൽ ഇവർ വെച്ചുകൊണ്ട് നമുക്ക് സർവീസ് നടത്താൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തിൽ നിന്നാണ് എന്ന സന്തോഷം കൂടെ അറിയിക്കുന്നത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നീട് നമുക്കറിയാം, നമ്മുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്ന നമ്മുടെ ഈ മ്യൂസിയങ്ങളും അതുപോലെ തന്നെ ഉള്ള ചില സംഗതികളൊക്കെ നമുക്ക് എങ്ങനെ ഭംഗിയായി നടത്താൻ പറ്റും. ഏതാണ്ട് ഈ 2 വർഷക്കാലത്തിനുള്ളിൽ 7 മ്യൂസിയങ്ങളുടെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കോഴിക്കോട്ടെ 2 പഴശ്ശി മ്യൂസിയം നമുക്ക് ഇവിടെ MLA സൂചിപ്പിക്കുകയുണ്ടായി. വയനാട്ടിൽ നമ്മൾ പടിഞ്ഞാറത്തറക്കടുത്ത് കുങ്കിച്ചിറ മ്യൂസിയം കേരളത്തിലെ ഏറ്റവും നല്ല മ്യൂസിയങ്ങളിലൊന്നാണത്. കണ്ടാൽ തന്നെ കെട്ടും മട്ടുമൊക്കെ അതിൻ്റെ മുമ്പിൽ വളരെ വിശാലമായൊരു കുളമുണ്ട്, സുന്ദരമായൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾക്ക് വളരെ നന്നായി തന്നെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചു. വയനാട്ടിൽ പഴശ്ശി മ്യൂസിയം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. അവിടെ ഇന്ന് വരെയും ഒരു മ്യൂസിയം ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ ചെമ്മാട്ട് പ്രവർത്തിക്കുന്ന ഒരു പഴയ ബിൽഡിങ്ങിൽ ഒരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാൻ കഴിതു എന്നത് ഏറെ സന്തോഷകരമാണ്. അതുപോലെ താലിയോല രേഖകൾ നമുക്കറിയാം. പ്രാചീന കാലം മുതൽ കേരളത്തിൻ്റെ ഭരണം നയിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവായാലും കൊച്ചിൻ രാജാവായാലും ഒക്കെ അവരുടെയൊക്കെ ചരിത്രങ്ങളടങ്ങുന്ന ഒരുപാട് രേഖകൾ താളിയോല ഗ്രന്ഥങ്ങളിലും ചെപ്പോടുകളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി ക്രമീകരിച്ച് ആളുകൾക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി ഒരു താളിയോല മ്യൂസിയം തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. കാര്യവട്ടത്ത് ഒരു വലിയ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനം ഗവൺമെൻറ് സ്ഥലം കിട്ടിക്കഴിഞ്ഞു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ കൈത്തറി മ്യൂസിയം, AKG മ്യൂസിയം പ്രവർത്തനം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ രീതിയിൽ ഈ രംഗത്തൊക്കെ കഴിയാവുന്നത്ര വർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലരും പല ദിവസങ്ങളിലും എന്നോട് നമ്മളെ MLA തോട്ടത്തിൽ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഓടിയാൽ അങ്ങനെയാണ്. കാരണം എനിക്ക് ഉറപ്പാണ് 2.5 വർഷമേ ഉള്ളൂ, ഇത് 5 കൊല്ലത്തെ പണി തീർക്കണം. അപ്പോൾ അതുകൊണ്ട് പല ദിവസങ്ങളിലും ഞാൻ ട്രെയിനിൽ ആണ് ഉറക്ക്. കാരണം രാത്രി ഉള്ള ട്രെയിൻ യാത്രക്ക് ഉപയോഗിക്കും. അങ്ങനെ വന്നാൽ പകൽ മുഴുവൻ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഏതാണ്ട് രാവിലെ 6 മണിക്കും 7 മണിക്കും എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് സാധാരണ 10 മണിക്ക് ശേഷം ആദ്യം കൊടുക്കും. പിന്നെ ഇങ്ങോട്ട് വരും. ആളുകൾ ചോദിക്കുമ്പോൾ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് 9 മണി, 8 മണി, 7 മണി, 6 മണിക്കൊക്കെ ഏറ്റ പരിപാടികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം മണ്ഡലത്തിൻ്റെ കാര്യത്തിലും നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം പറയാൻ പോയാൽ സമയം ഒരുപാടാകും എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നത്. എന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതല്ലെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പുതിയ പാലം ദീർഘകാലമായി മുടങ്ങിക്കിടന്നൊരു പദ്ധതിയായിരുന്നു പുതിയ പാലം. ഇലക്ഷനിൽ ഞാൻ ചെന്നപ്പോൾ പലരും ചോദിച്ചു, അത് എല്ലാവരും പറയാറുണ്ട് എല്ലാ കൊല്ലവും, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ നടത്തിയിരിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും അതിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രയാസവും കാര്യത്തിലില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബീച്ച് ഏരിയയിലുള്ള വലിയൊരു പ്രശ്നമായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി ആവശ്യപ്പെട്ട അവിടെ ഇവർക്ക് ഫിഷിങ് ഇത് കൊണ്ടുവരാനും പോകാനൊക്കെ ആയിട്ട് അവിടെ ഒരു ജെട്ടി സ്ഥാപിക്കണം, ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ, ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഇൻ്റർനാഷണൽ സൗകര്യങ്ങളുള്ള ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ അവിടെ തറക്കല്ലിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നടക്കാതെ പോയ മോഹം നേരത്തെ മേയർ പരിപൂർണമായി പറഞ്ഞില്ല. എങ്കിലും കോഴിക്കോട് ട്രാഫിക് പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ലോറി സ്റ്റാൻഡും ഒരു കാർ സ്റ്റാൻഡും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തു. കാർ സ്റ്റാൻഡിന് വേണ്ടി അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷേ ചില കാരണങ്ങളാൽ അന്ന് അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ MOU കോർപ്പറേഷനും അതുപോലെ മാരിടൈം ബോർഡ് ഒപ്പുവെച്ചതുകൊണ്ട് അത് നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് കാർ പാർക്കിംഗ്, കാർ ടെമ്പോ പാർക്കിംഗ് ആയിട്ട് വരുന്നത്. ലോറി പാർക്കിങ്ങും അതോടൊപ്പം തന്നെ നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ തുറമുഖ വകുപ്പിൻ്റെ സ്ഥലം കൊടുക്കാമെന്നും ഞാനന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് വന്നുപോയി. കാരണം നവകേരള സദസ്സ് വന്നപ്പോൾ ഏതാണ്ട് 1 മാസത്തിലധികം 36 ദിവസത്തോളം ആ ജാഥയിലായി. ജാഥയിൽ ഇറങ്ങിയാൽ പിറ്റേ ദിവസം രാജി കൊടുക്കലാണ് ഭംഗി എന്ന് മൊത്തത്തിൽ പലരും ഉപദേശിച്ചതുകൊണ്ട് തന്നെ
രാജി പെട്ടെന്ന് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതാണ് മേയർ സൂചിപ്പിച്ച പദ്ധതികൾ. ഒരുപാട് പദ്ധതികൾ വരും. നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ വലിയ നമുക്ക് ഫണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ഫിഷ് മാർക്കറ്റ് വരാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുപോലെ ഒരുപാട് മേൽപ്പാലങ്ങൾ പൊതുമരാമത്ത് വകുപ്പുമായി സഹകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോടെന്ന് പറയുമ്പോൾ ഇപ്പം മേയറായാലും അതുപോലെ തന്നെ തോട്ടത്തിലായാലും ഞാനായാലും ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിലും ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഇത് ആ മണ്ഡലമാണ് അല്ല ഈ മണ്ഡലമാണ് ഇത് കോർപ്പറേഷനാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നാറില്ല. ഞങ്ങളെപ്പോഴും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കാസിം സാഹിബ് സൂചിപ്പിച്ച പോലെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ളത് മേയർ തന്നെയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് സ്ഥാപിക്കാൻ മേയർ എല്ലാ വീടുകളിലും കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർത്ത് എന്നെ പരിചയപ്പെടുത്തുന്ന കാര്യമായ പണിയാണ് മേയർ എന്ന് നടത്തിയിരുന്നത്. അതൊക്കെ തന്നെയാണ് എൻ്റെ വിജയത്തിന് നിദാനമായ എന്ന കാര്യം തീർച്ചയാണ്. പിന്നെ കോഴിക്കോട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും സാധാരണ കോഴിക്കോട്ടിൻ്റെ ഒരു അഭിമാനം എന്ന് നമ്മൾ പറയാറുള്ളത് നമ്മുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിനുശേഷവും ഞാൻ മന്ത്രിയായ ശേഷവും എനിക്ക് ഇവിടെ ശത്രുക്കളുള്ളതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്നെ സമീപിക്കുന്ന എല്ലാവരും എൻ്റെ ആളുകളായി എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അവർ വരുന്നവരാര് പ്രശ്നം എന്ത് എന്ന് നോക്കിക്കൊണ്ടല്ല എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർഡുകൾക്ക് ഫണ്ടുകൾ വികസിക്കുമ്പോൾ അവരെ രാഷ്ട്രീയം ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും ആവശ്യം നോക്കിക്കൊണ്ട് ഫണ്ട് അനുവദിക്കാൻ ഇതുവരെയും ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ആ നിലപാട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് എനിക്ക് വരാൻ ഒരുപക്ഷെ സാധിച്ചു കാണില്ല. എങ്കിലും ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുകയും നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള ഈ സ്വീകരണം എന്നെ സംബന്ധിച്ചോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് എന്നീ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് തന്നെ പ്രിയങ്കരനായ സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ ഞങ്ങളൊരു സംവിധാനമുണ്ടാക്കി. അതിൻ്റെ പ്രഥമ പരിപാടി എന്ന നിലക്കാണ് കോഴിക്കോട് സിറ്റി ചാപ്റ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കുറ്റിച്ചിറ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യമായി ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് സ്ഥാപിച്ചത്. അത് കൂടുതൽ ആളുകളിൽ ആകർഷിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സ്പീച്ച് തെറാപ്പി യൂണിറ്റ് അടുത്ത് തന്നെ സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചു. ഡോക്ടറുടെ ഒരു സേവനം, MD ഡോക്ടറുടെ സേവനം സൗജന്യ നിരക്കിൽ അവിടെ ലഭ്യമാക്കുന്നുണ്ട്. ചില ആളുകൾ രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് വീട്ടിൽ പോയി തെറാപ്പി ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതും വനിതാ തെറാപ്പിസ്റ്റുകളുണ്ട്, പുരുഷ തെറാപ്പിസ്റ്റുകളുണ്ട്. അത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കുറ്റിച്ചിറയിൽ നമ്മുടെ റംസി ഇസ്മായിലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ സലീം സാഹിബിൻ്റെ ഒക്കെ നേതൃത്വം നടക്കുന്ന ഈ വലിയ ശ്രമങ്ങൾ നമുക്ക് മറ്റ് പ്രദേശങ്ങളിലും കൂടെ സ്ഥാപിക്കേണ്ടതിന് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്താൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ സാധിക്കൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇതിനെ പ്രത്യേകമായി മുൻകൈയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഈ സംവിധാനത്തെ സുലൈമാൻ സേട്ട് ഫിസിയോതെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി സെൻ്ററിനെ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ലായിരുന്നു. എങ്കിലും സംഘടിപ്പിച്ച് പോയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഹൃദയംഗമമായി നന്ദി പറയുന്നു. ഞാൻ അവസാനിപ്പിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.